ഇടുക്കി കാസർഗോഡ് ഒഴികെയുള്ള 12 ജില്ലകളിലെ 28 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം അല്പസമയത്തിനകം 10 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. വിശദാംശങ്ങളുമായി ഇപ്പോൾ ആൻസില ചേരുന്നു. ആൻസില, വോട്ടെണ്ണൽ നടപടികൾ ആരംഭിച്ചോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭദ്ര, വോട്ടെണ്ണൽ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു ഫലവും പുറത്തു വന്നിട്ടുണ്ട്. എറണാകുളം പോത്താനിക്കാട് പഞ്ചായത്തിലെ LDF ജയിച്ചിരിക്കുന്നു എന്നൊരു ഏറ്റവും പുതിയൊരു വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തായ്മറ്റം വാർഡിൽ സാബു മാധവനാണ് ജയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ LDF ആണ് മുന്നിൽ നിൽക്കുന്നതെന്നാണ് നമുക്ക് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം. LDF ഇപ്പോൾ 5 സീറ്റുകളിൽ മുന്നിൽ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ UDF 2 സീറ്റിലും NDA 1 സീറ്റിലും മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ വന്ന ഏറ്റവും പുതിയ മറ്റൊരു ഫലം അനുസരിച്ച് അവിടെയും LDF തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിൽ കോട്ടൂർ വാർഡിൽ KC അജിത, LDF സ്ഥാനാർത്ഥിയായ KC അജിത ജയിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയും വരുന്നുണ്ട്. 10 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഫലസൂചനകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പുതിയതായി വന്ന 2 ഫലസൂചനകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ എല്ലാവരും ഏറ്റവും ആകാംക്ഷയോടെ നോക്കുന്നത് മലപ്പുറത്തെ കരളായി പഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കരുളായി പഞ്ചായത്തിലെ ചക്കിട്ടാമലയിലെ 12ാം വാർഡിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പാണ്. ഇവിടെ ലീഗായിരുന്നു ഉണ്ടായിരുന്നത്, ലീഗ് മെമ്പറായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹം രാജിവെച്ചതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നിട്ടുള്ളത്. നിലവിൽ ഈ കരുളായി പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. എന്നാൽ UDFന്റെ ഭാവിയെ കുറിച്ച് അറിയണമെങ്കിൽ ഇന്ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ അനുസരിച്ചിരിക്കും. കാരണം ഇന്ന് ഈ വാർഡിൽ LDF ജയിക്കുകയാണെങ്കിൽ അവിടെ പഞ്ചായത്തിൽ തന്നെ ഭരണമാറ്റം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അഥവാ UDF ജയിക്കുകയാണെങ്കിൽ UDFന് പഞ്ചായത്തിൽ ഭരണം നിലനിർത്താനും സാധിക്കും. ഇത്രയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന വിവരങ്ങൾ. ഭദ്ര, അൻസില, നിർണായകമാകുന്ന ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടോ? അതായത് ഇപ്പോൾ അധികാര നഷ്ടങ്ങളും അധികാര നേട്ടങ്ങളും ഉണ്ടായേക്കാവുന്ന അത്തരത്തിൽ എടുത്തു പറയാൻ കഴിയുന്ന ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടോ? ഭദ്ര, ഇടുക്കി കാസർഗോഡ് ഒഴികെയുള്ള 12 ജില്ലകളിലെ 28 തദ്ദേശ വാർഡുകളിലേക്കാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 28 തദ്ദേശ വാർഡുകളിൽ പ്രധാനമായി എടുത്തു പറയുന്നത് ചക്കിട്ടാമല വാർഡാണ്. ചക്കിട്ടാമല 12ാം കരളായി പഞ്ചായത്തിലെ ചക്കിട്ടാമല 12ാം വാർഡാണ് എടുത്തു പറയേണ്ടത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വാർഡിന്റെ ഫലം അനുസരിച്ചായിരിക്കും കരളായി പഞ്ചായത്ത് ഇനി ഈ തുടർന്ന് വരുന്ന 3 വർഷത്തിൽ ആര് ഭരിക്കും എന്നത് നിർണ്ണയിക്കുക. കാരണം അവിടെ ഇപ്പോൾ നിലവിൽ ലീഗ് ആയിരുന്നു ആ പഞ്ചായത്തിൽ ആ വാർഡ് ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ലീഗിന്റെ സ്ഥാനാർത്ഥി അവിടെ നിന്ന് രാജിവെക്കുകയും അതേ തുടർന്നാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ UDF ആണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നേരിയ ഭൂരിപക്ഷമാണ് UDFന് അവിടെ ഉള്ളത്. ഇന്ന് ആ വാർഡിൽ LDF ജയിക്കുകയാണെങ്കിൽ അവിടെ ഭരണം, ആ പഞ്ചായത്തിന്റെ ഭരണം LDFന് കിട്ടുകയും ചെയ്യും. അല്ല, UDF ആണ് ജയിക്കെങ്കിൽ UDFന് ഭരണം നിലനിർത്താനും സാധിക്കുമെന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഭദ്ര, ശരി, ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് അനീഷ് ആന്റണി ചേരുകയാണ്. അനീഷ്, തൃശ്ശൂരിൽ എങ്ങനെയാണ് വോട്ടെണ്ണൽ നടപടികൾ ആരംഭിച്ചു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. 10 മണിക്കാണ് വോട്ടെണ്ണൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഫലം പുറത്തു വരുമ്പോൾ? ഭദ്ര, വോട്ടെണ്ണൽ ആരംഭിച്ചു. ജില്ലയിൽ 2 ഇടങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഒന്ന് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്കും അതുപോലെ തന്നെ കടങ്ങോട് പഞ്ചായത്ത് ചിറ്റിലങ്ങോട് 14ാം വാർഡിലേക്കുമാണ് ഇന്നലെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിന്റെ വോട്ടെണ്ണലാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 ഇടങ്ങളിലും LDF വൻ വിജയം നേടിയ സീറ്റുകൾ തന്നെയാണ്. LDFന്റെ സിറ്റിംഗ് സീറ്റുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഈ ഇലക്ഷന്റെ റിസൾട്ട് എന്തു തന്നെയായാലും LDF വിജയപരാജയം ഒന്നും തന്നെ ഈ 2 സ്ഥലങ്ങളിലും ഭരണത്തെ ബാധിക്കുന്നതല്ല. കാരണം വൻ ഭൂരിപക്ഷത്തിലാണ് നിലവിൽ LDF ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തളിക്കുളം ബ്ലോക്ക് ഡിവിഷനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ V കലയാണ് LDFന്റെ സ്ഥാനാർത്ഥി. CPMലെ മിനി മുരളീധരനെ യോഗങ്ങളിൽ പങ്കെടുത്തതിനെ തുടർന്ന് അയോഗ്യയാക്കിയ സാഹചര്യത്തിലാണ് നിലവിൽ
തളിക്കുളത്ത് തെരഞ്ഞെടുപ്പ് നടന്നത്. ഷീല രാമചന്ദ്രനാണ് UDFന്റെ സ്ഥാനാർത്ഥി. ശ്രീരേഖ ദിലീപാണ് BJPയുടെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ LDF 1172 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സീറ്റ് കൂടിയാണ് തളിക്കുളം. അതുകൊണ്ട് തന്നെ വിജയസാധ്യത ഇപ്പോഴും LDFന് തന്നെയാണ്. രണ്ടാമത് എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തിൽ 14ാം വാർഡിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇവിടെ CPM-ലെ MK ശശിധരനാണ് നിലവിൽ LDFന്റെ സ്ഥാനാർത്ഥി. നേരത്തെ LDFിലെ വിജയിച്ച KP സുനിൽ അന്തരിച്ചത് തുടർന്നാണ് ഇവിടെ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇത് PM സുകേഷാണ് ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥി. രാജേഷ് ചില്ലങ്കോട് BJP സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ LDF 314 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയ വാർഡ് കൂടിയാണ്. 79.95% പേർ ഇന്നലെ സമ്മതിദാനാവകാശം ഇവിടെ വിനിയോഗിച്ചു. 2 ബൂത്തുകളിലായി ആകെ 1411 വോട്ടർമാരാണ് നിലവിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 1114 പേരും ഇന്നലെ വോട്ട് രേഖപ്പെടുത്തി. ഇവിടെ വോട്ടെണ്ണൽ നടക്കുന്ന ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലാണ്. നിലവിൽ വ്യക്തമായ ഇടതുപക്ഷത്തിന് വ്യക്തമായ ഭൂരിപക്ഷമുള്ള വാർഡ് പഞ്ചായത്ത് കൂടിയാണ് ഈ കടങ്ങോട് പഞ്ചായത്ത്, അതുപോലെ തന്നെ തളിക്കുളവും. അതുകൊണ്ട് തന്നെ രണ്ടിടങ്ങളിലും വിജയമോ പരാജയമോ എന്ത് തന്നെയായാലും ഭരണപ്രതിസന്ധി എന്നൊരു വിഷയമേ ഇവിടെ 2 ഇടങ്ങളിലും നിലനിൽക്കുന്നില്ല. ഭദ്ര. ശരി അനീഷ്, ഇപ്പോൾ കോഴിക്കോട് നിന്ന് റിയാസ് KM ചേരുന്നു. റിയാസ്, ഇടുക്കി കാസർഗോഡ് ഒഴികെയുള്ള 12 ജില്ലകളിലെ 28 തദ്ദേശ വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതിന്റെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ LDF മുന്നിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. എത്രത്തോളമുണ്ട് കോഴിക്കോട് എങ്ങനെയാണ് ഫലം പുറത്തു വരുമ്പോൾ? ഭദ്ര, കോഴിക്കോട് ചെറുവണ്ണൂർ പഞ്ചായത്തിലെ കക്കറമുക്കിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നേരത്തെ ഇവിടെ CPI-യിലെ ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ CPI-യിലെ ET രാധയുടെ നിര്യാണത്തെ തുടർന്നാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. എന്തായാലും ഇപ്പോൾ ലീഡ് നില പുറത്തു വരുമ്പോൾ വളരെയധികം വിസ്മയിപ്പിക്കുന്ന ഒരു ലീഡ് നിലയാണ് ഇവിടെ കാണുന്നത്. അതായത് മുസ്ലിം ലീഗിലെ UDF-ലെ P മുംതാസ് മുന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും അന്തിമ ഫലം ഇവിടെ പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം ഇത് നേരത്തെ ഇടതുപക്ഷത്തിന്റെ ഒരു സിറ്റിംഗ് സീറ്റായിരുന്നു. ഇവിടെ നിന്ന് രാധയാണ് വിജയിച്ചത്. രാധയുടെ മരണത്തെ തുടർന്നാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. മാത്രമല്ല, നേരത്തെ ചെറുവണ്ണൂരിൽ പഞ്ചായത്തിൽ ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിനാണ് LDF നേരത്തെ ഭരിച്ചിരുന്നത്. അത് പിന്നീട് രാധയുടെ മരണത്തെ തുടർന്ന് 7-7 എന്ന നിലയിൽ തുല്യത വരികയും തുടർന്ന് നറുക്കെടുപ്പിലൂടെ കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുകയും UDF-ന് പഞ്ചായത്ത് ഭരണം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ അതിനെ ഈ ഒരു കക്കറമുക്കിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ മറികടക്കാമെന്നൊരു ആത്മവിശ്വാസം ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. എന്നാൽ അതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ലീഡ് നിലകൾ പുറത്തു വരുമ്പോൾ മുസ്ലിം ലീഗിലെ P മുംതാസ് മുന്നിട്ട് നിൽക്കുന്നു. 755 വോട്ടുകളാണ് മുംതാസിന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. KC ആസിയാണ് CPI-യുടെ സ്ഥാനാർത്ഥി, LDF-ന്റെ സ്ഥാനാർത്ഥി. അവർക്ക് 587 വോട്ടുകളാണ് ലഭ്യമായിട്ടുള്ളത്. മലബാറിലെ മറ്റ് ഇടങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കണ്ണൂർ ശ്രീകണ്ഠപുരം നഗരസഭയിലെ കോട്ടൂരിൽ LDF-ലെ തന്നെ സീറ്റാണ്. ഇത് CPM-ന്റെ തന്നെ സീറ്റാണിത്. KC അജിത CPM-ന്റെ സ്ഥാനാർത്ഥിയാണ്. അവർക്ക് ജോലി ലഭിച്ചതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. അത് CPM അവരുടെ സിറ്റിംഗ് സീറ്റ് കണ്ണൂർ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലെ കോട്ടൂരിൽ നിലനിർത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ മയിൽ ഗ്രാമപഞ്ചായത്ത് LDF-ന് വലിയൊരു മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു പഞ്ചായത്താണ്. അവിടെയും മയിലിൽ CPM തന്നെ നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ. അവിടെ മയിലിൽ LDF സ്ഥാനാർത്ഥി EP രാജൻ വിജയിച്ചിരിക്കുന്നു. UDF-ലെ മനാഫ് കൊട്ടപ്പൊയിലിനെയാണ് പരാജയപ്പെടുത്തിയത്. EP രാജൻ 656 വോട്ടുകളാണ് നേടിയത്. ഒപ്പം തന്നെ മനാഫ് 355 വോട്ടുകളും നേടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് സുൽത്താൻ ബത്തേരിയിൽ വിജയിച്ചത്, വയനാട് സുൽത്താൻ ബത്തേരിയിലെ പാലക്കരയിൽ വിജയിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള KS പ്രമോദാണ്. ഇവിടെ PK ദാമുവിനെയാണ് പരാജയപ്പെടുത്തിയത്. ഭദ്ര. ശരി, റിയാസാണ് വിശദാംശങ്ങൾ കോഴിക്കോട് നിന്ന് നൽകിയത്. ഇപ്പോൾ LDF-ന് മുൻതൂക്കം ലഭിക്കുന്നു എന്നുള്ള ഒരു നിലവിൽ ഇപ്പോൾ 10 മണിക്കാണ് വോട്ടെണ്ണൽ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ 10:30 അപ്പോൾ ഈ ഒരു അരമണിക്കൂർ സമയത്തെ ഫലപ്രഖ്യാപനങ്ങൾ നോക്കുകയാണെങ്കിൽ LDF-ന് മുൻതൂക്കം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇടുക്കി കാസർഗോഡ് ഒഴികെയുള്ള 12 ജില്ലകളിലെ 28 തദ്ദേശ വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതിൻ്റെ ഫലപ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തൃശ്ശൂരിൽ നോക്കുകയാണെങ്കിലും അത്തരത്തിൽ LDF-ന് മുൻതൂക്കം ഉണ്ട് എന്ന രീതിയിലാണ് ഫലങ്ങൾ കാണുന്നത്. അതേസമയം കോഴിക്കോട്ടേക്ക് പോവുകയാണെങ്കിൽ കോഴിക്കോട് ചെറുവണ്ണൂരിൽ മുസ്ലിം ലീഗിന് മുൻതൂക്കം ഉണ്ടായിരിക്കുന്നു. ഇവിടെ ഇടത്
സ്ഥാനാർത്ഥിയുടെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. പത്തനംതിട്ടയിലേക്ക് വരികയാണെങ്കിൽ പത്തനംതിട്ട കല്ലുപ്പാറയിൽ NDAക്ക് മുൻതൂക്കമുള്ള ഒരു സാഹചര്യവുമുണ്ട്.